സ്ഥിരമായി മദ്ഹർ സ്വലാത്തിൽ പങ്കെടുക്കുന്ന പാത്തൂർ മുഹമ്മദ് സഖാഫിയുടെ അമ്മായിയുടെ മകൻ കിണർ വൃത്തിയാക്കുന്നതിനിടെ ആ കിണറ്റിലേക്ക് തലയടിച്ചു വീണു. പുറത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയോട്ടി പൊട്ടിയിട്ട് തലച്ചോർ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മംഗലാപുരം ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ് ഇനി രക്ഷയില്ല, ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് തീർച്ചപ്പെടുത്തിയ ആ സമയത്ത് പാത്തൂർ സഖാഫി ഉടനെ വിളിക്കുന്നത് ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെയാണ്. സങ്കടം പറഞ്ഞു സ്ഥിരമായി മദ്ഹറിൽ സ്വലാത്തിൽ പങ്കെടുക്കുന്നയാളാണ്, ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഷെയ്ഖുന തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ച ആ സഹോദരനെ പോയി കാണുകയും മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്തു. തിരിച്ചു വന്നിട്ട് സഖാഫിയോട് പറയുന്നത്, ഈ അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെടുകയില്ല, ഇതിൽ നിന്ന് അദ്ദേഹം കഴിച്ചിലാകും. ഇൻഷാ അല്ലാഹ് 6 മാസം ആകുമ്പോ മദ്ഹറിന്റെ സ്വലാത്തിൽ അദ്ദേഹത്തിന് വരാനും കഴിയും എന്ന് കട്ടായമായി പറഞ്ഞ ഷെയ്ഖുന പിന്നീടത് പുലർന്നതാണ് നാം കാണുന്നത്. ആ ഷെയ്ഖുന വഫാത്തായ ദിനമാണ് ദുൽഹിജ്ജ 12. അവിടുത്തെ 10ാം ആണ്ടാണ് ഇന്ന്. കഴിയുന്നവരൊക്കെ ഷെയ്ഖുനായുടെ പേരിൽ ഫാത്തിഹകളും യാസീനുകളും ഖിറാഅത്തുകളും സ്വലാത്തുകളും ചൊല്ലി ഹദിയ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സമ്മതത്തോടുകൂടി തുടങ്ങിയതാണ് മദ്ഹറിലെ സ്വലാത്ത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്വലാത്തിന് അത്രയും പവിത്രതയും കറാമത്തുകളും നമുക്ക് കാണാൻ കഴിയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിയായ അടങ്ങാത്ത മുഹബ്ബത്ത് ഇഷ്ടിന്റെ ആൾരൂപമായിരുന്നു ഷെയ്ഖുന. അല്ലാഹു അവിടത്തോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അവിടുന്ന് സ്ഥാപിച്ച മദ്ഹറിന്റെ 25ാം വാർഷികവും അവിടുത്തെ 10ാം ഉറൂസ് മുബാറക്കും വിപുലമായ രീതിയിൽ ഈ വരുന്ന 19, 20, 21, 22 തീയതികളിൽ മദ്ഹറിൽ വെച്ച് നടക്കുകയാണ്.